മൊയ്സ് നീ എൻ്റെ കൂടെ വാ, ഞങ്ങളിപ്പോൾ പോയി ഇപ്പം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നല്ലാവില്ല. സ്റ്റേറ്റ് ബാങ്കാണിത്. സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വിശക്കുന്നുണ്ടോ മൊയ്സിക്ക്? പിന്നെന്താ കഴിക്കുന്നത്? വിശക്കത് കഴിഞ്ഞിട്ട് ഗ്രോ ആവുന്ന ആൾക്കാർ സൂക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. കേട്ടോ എന്താ ആക്റ്റീവ് എടുക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇതാ ഈ ചിങ്കിലാണ് കേട്ടോ മൊയ്സാണ് വരുന്നത്. മൊയ്സ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് വന്ന് വറങ്ങും, നല്ലോണം വറങ്ങും. ഇല്ലെങ്കിൽ എന്താക്കും, എൻ്റെ വെറുപ്പിക്ക് വെക്കും ഗൈസ്. വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ മിഡിലിൽ കറിയുക, ആ ഇഞ്ചിൻ്റെ സ്വിച്ച് ഓഫാക്കുക. എവിടെയെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവന് ബുദ്ധിമുട്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇവൻ്റെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ വീട്ടിലിരിപ്പിക്കാന്ന് പറയുമ്പോൾ 3 ആളുണ്ട്. ഇഷുണ്ട്, മൊയ്സുണ്ട്. രാത്രി കറണ്ട് പോയതാണ്, രാവിലെ വരെ കറണ്ടില്ല, വെള്ളമില്ല. അപ്പോഴേക്കാകുമ്പോൾ ടി വി ഉണ്ടെങ്കിൽ ടി വി എങ്കിലും നോക്കിയിരിക്കും, ഇന്നും എന്തും ഇല്ല. അപ്പോൾ എൻ്റെ ഏട്ടത്തിക്കാണെങ്കിൽ സ്ട്രെസ് ആവുമല്ലോ. അപ്പോൾ ഇവനാണ് അതിൻ്റെ അവൻ്റെ അടങ്ങി ഒതുങ്ങിയിരിപ്പിക്കുക. ഇവനെ കുറച്ച് ഇരിപ്പിക്കാൻ പാടാണ്. ടി വി ഉണ്ടെങ്കിൽ മാത്രം ഇവനുണ്ട്, ഇല്ലെങ്കിൽ അല്ല മൊയ്ജ് മൊയ്ജ് മൊയ്ജുണ്ട്. ടി വി ഉണ്ടെങ്കിൽ മാത്രം മൊയ്ജ്, ടി വി ഉണ്ടെങ്കിൽ മൊയ്സ് ഉണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ മൊയ്സിനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മൊയ്സ് നീ എൻ്റെ കൂടെ വാ, ഞങ്ങളിപ്പോൾ പോയി ഇപ്പം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നല്ലാവില്ല. ടെൻഷനുണ്ടോ? ഉമ്മാണെങ്കിൽ സംസാരമില്ല. ഉമ്മാനോട് പറഞ്ഞു നീ വാന്ന്, ഉമ്മ സംസാരിക്കുന്നില്ല. ഉമ്മ ദേഷ്യം വെച്ചിട്ട് ഞാൻ പോകുന്നത് എന്താ ചെയ്യാൻ. അവിടെ ആണെങ്കിൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് 2-4-5 ദിവസം അയക്കണം. അവൾക്കും ദേഷ്യം പിടിക്കല്ല. അവർ ഒരുപാട് ആൾക്കാരെ നിർത്തിയിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പുറമല്ല ഇപ്പുറമല്ല എന്നയക്കണം. അപ്പോൾ അവളോട് ഞാൻ രാവിലെ എനിക്ക് പറഞ്ഞു വീട്ടിൽ വെള്ളം വാട്ടർ ഒന്നുമില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ അവിടെ ഹയറപ്പ് വാഷ് ചെയ്യാമെന്ന് പറയുന്നു. വണ്ടി ഭയങ്കര സ്പീഡുണ്ട് കേട്ടോ. ഓക്കുണ്ട് റഷ് ഉണ്ട്. നിക്ക് ഞാൻ കഞ്ഞില്ല, കറണ്ടില്ല, എന്തില്ല. ഇന്നാലെ ജാവ് പോയിടും. తెల్ల మల్ల చెట్లు మంది వల్ల ఇడే జాగు ഇവിടെ ബസ്സൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ കർണാടകയിലെ ബസ്സൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഞാനിവിടെ 6 to 7 months ജിമ്മൊക്കെ വേറെ പഠിക്കാനൊക്കെ പോയിരുന്നു. ബസ് ഫ്രീ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ലേഡീസിന് മാത്രമാണ്, ജെൻസിന് ഫ്രീ ഇല്ല. അതിൻ്റെതായ അപ്പോൾ ഒരു മാസമായിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യാതെ. ഇന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ബസ്സിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. റിസ്ക് ഇല്ലല്ലോ, നമ്മൾ വണ്ടി വന്നാൽ നമ്മൾ തന്നെ വിടണം. ബസ്സാണെങ്കിൽ ആറാമിരുന്ന് വരാം. പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് റഷായിരുന്നു. ഞാൻ ഇന്ന് മൊയ്സിന് സീറ്റ് കിട്ടിയിരുന്നു കേട്ടോ. മൊയ്സിന് ഒരാളോട് കൊടുക്കുകയും ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ആറാമിച്ച് ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പം ഇനി നമ്മൾ സന്തോഷമാണ്, ആരാമിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് സ്റ്റേറ്റ് ബാങ്കിലേക്കാണ്. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് അവിടെ ഒരു 500 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. സ്റ്റേറ്റ് ബാങ്കാണിത്. സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ്. ഇത് ബാങ്കാണ്. ബാംഗ്ലൂരിൽ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ബസ് സ്റ്റാൻഡ്, എല്ലാ രീതിയിലുള്ള കളർഫുൾ ബസ് സ്റ്റാൻഡ് നാടാണ് ഇത്. സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് വാന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും ഞങ്ങൾ ബാങ്കിലേക്ക് വിളിക്കുന്നതാണ് എന്നാണ് വിചാരം. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലേക്കാണ് സ്റ്റേറ്റ് ബാങ്ക്. വാഷ് പിടിക്കാൻ തുടങ്ങി കേട്ടോ. അത് വാഷ് പിടിക്കാൻ തുടങ്ങി. അത് ബസ്സല്ല, അത് ശിച്ചി ബസ്സാണ്, കോക്രോച്ച് കൊണ്ടുവന്ന ബസ്സാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് ബസ്സിൽ പോകാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണം. വാ. അപ്പോൾ ഇവനൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇവനക്ക് തിന്നാൻ എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. ചന്തണ്ടാ? എനിക്ക് വെള്ളം വാങ്ങി തരട്ടാ. വെള്ളം വേണ്ട. വൈറ്റ് ബസ് എന്തിനാണ് വൈറ്റ് ബസ്സിൽ പോകുന്നത്? ഇവർക്ക് എന്തെങ്കിലും കടിയൊന്ന് വാങ്ങാം. ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഫസ്റ്റ് എൻ്റെ അവനക്കൊരു കടി വാങ്ങുന്നതാണ്.
കടിയുടെ ഷോപ്പ് ഉണ്ടല്ലോ, ഓപ്പൺ ഉണ്ടോ? അവിടുന്ന് ജ്യൂസ് കടി എന്തെങ്കിലും വാങ്ങിട്ടേ മൊയ്സിന് പാർസൽ പിടിക്കാം. മൊയ്സിക്ക് എന്താ മൊയ്സ് വേണ്ടേ? മൊയ്സിക്ക് എന്താ വേണ്ടേ? സമോസാണോ? പിന്നെ വട ആണ് കേട്ടോ ചോദിക്കുന്നത്. മറ്റേതൊന്ന് ജ്യൂസ് പൊടി. അപ്പോൾ ഇവിടെ വട ഉണ്ട്, പലാവുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പലാവൊക്കെ അപ്പോൾ ഞാൻ ಯಾವ್ದಾದ್ರು ಎಷ್ಟಾಯಿತು? ಹೌದು. ನಿಮ್ಮದು 40, 50, 50, 40, 90 ಆಯಿತು. 90. ഇതിവിടെ ഇതിലുണ്ടോ ഏട്ടാ? അവിടെ ഇരുന്ന് കഴിക്കാം. പാർസൽ എടുത്താട്ടാ. എന്ത്? അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാട്ടാ, ഉമ്മ തരാം. പിന്നെ തിരക്കുള്ള നാട്ടിൽ വൈകുന്നേരം നാട്ടോ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഇന്ന് വേഗം കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നോ ഞാൻ വിചാരിക്കുന്നത്. ടൈമില്ല, അപ്പോൾ ഫ്രണ്ടിൽ മാത്രം ചെയ്യിപ്പിച്ചാലോ എന്നുള്ളത്. ബാക്കിലൊന്ന് ഹെയറുക പിന്നെ ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. ഫ്രണ്ടിൽ പെട്ടെന്നാവല്ലോ. അപ്പോൾ അല്ലാഹു റബ്ബി. ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പർ സൈഡാണ് കേട്ടോ. കേൾക്കുന്നുണ്ടാ? നിക്ക് വച്ചേന്ന് പറയും. നിക്ക് വച്ചേ, ഞങ്ങളെന്താ കിടക്കട്ടെ വെച്ചേ. നിക്ക് വച്ചേ, നിക്ക് വച്ചേ, നിക്ക് വച്ചേ, ഞങ്ങളെന്താ കിടക്കട്ടെ. ഹലോ, അർജന്റ് ആക്കല്ലേ, ഞങ്ങളിന്ന് കടന്ന് പോട്ടെ. അല്ല വൈജ അപ്പ കടന്ന് ഗൈസ്. ഓയ് എന്തിനാ ലേറ്റാക്കുന്നത്? ഇങ്ങോട്ടോ, ഞാനിന്ന് അങ്ങോട്ട് നടക്കണമല്ലോ എന്ന് ആലോചിക്കുകയാണ്. ഇത് ഇപ്പം തന്നെ കണ്ടുപിടിച്ചു, പ്ലേസ് കണ്ടു. പറഞ്ഞില്ലേ അന്നുണ്ടല്ലേ, ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം കാര്യങ്ങൾ. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ്സ് വരെ ഇല്ല ഇവിടെ. 500 മീറ്റർ മാത്രമല്ലോ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഇവിടേക്ക്. അന്ന് ഞാനിവിടെ ആദ്യമായിട്ട് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിക്ഷ ഡ്രൈവറിനോട് ചോദിച്ചു നൗഫൽ ഹോട്ടൽ അടുത്ത് എവിടെയാണെന്ന്. അപ്പോൾ റിക്ഷ ഡ്രൈവർ എന്തൊക്കെയാ ഒരു റൗണ്ട് കറങ്ങിയിട്ട് 2-3 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി വന്നിട്ട് ഇവിടെ ഇരിപ്പിച്ചതാണ്. നെക്സ്റ്റ് പോകുമ്പോഴും അതേപോലെ എനിക്ക് ഞാൻ പറയും ചില ആൾക്കാർ കേസ് ഞാൻ എവിടേക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് എവിടെ ചോദിച്ചാൽ ഇവിടെ തന്നെ കുറച്ചില്ല നടക്കണം എന്ന് പറഞ്ഞു. പക്ഷേ റിക്ഷ ഡ്രൈവർ ചില ആൾക്കാർ നല്ല ജെന്യൂൺ ഉള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരുണ്ടല്ലേ ആ സ്റ്റേറ്റ് ബാങ്ക് അത് അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് കൂട്ടി പോകും. ഞങ്ങൾ അറിയാത്ത ആൾക്കാരെന്ന് വിചാരം അവരൊക്കെ. ഫസ്റ്റ് വരുമ്പോൾ ആർക്കും അറിയില്ലല്ലോ. ഇപ്പം ഞാനിതൊക്കെ എല്ലാം ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ വന്നെത്തി ഞാൻ. അയ്യോ ഞാനിവിടെ നോക്കിയല്ലേ ബസ്. ഇതാണോ ഹൈപോക്സ് മേടിക്കുന്നത്? പക്ഷെ മീഷോ ലോഞ്ചിൻ്റെ എക്സ്ക്യൂസ് മീ, മീഷോ ലോഞ്ച് യാ ലാസ്റ്റ് മേ. ഓക്കെ താങ്ക് യു. ഇവിടെ വന്നാലുണ്ടല്ലോ പ്രശ്നം ഇതാണ് കേട്ടോ, കൺഫ്യൂസ് ആയി പോവേ. അവിടെ ബോർഡ് ഇട്ടിക്കണ, ആ ബോർഡിൻ്റെ അടുത്തുള്ള ഷോപ്പ് വേറാണ് ഐഫോക്സ് മേടിക്കണം. ഓക്കെ മേ ബി അവിടെ ഉണ്ടായിരിക്കും. അല്ല അവർ വന്നിട്ടില്ലേ എന്താണെന്നറിയില്ല. ഇതേ വേണ ഞാൻ വന്നത് ഇതാണ്. ഓ സോറി തന്നെ
വാ. ഓ അപ്പോൾ ഞാൻ വന്നിട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഫസ്റ്റ് ലുക്കാണൊക്കെ ഇത്. ഇഷ്ടമാണ്. ओके मोनको मजा मजा ചോട്ടാ കഴിക്കുക. വിശക്കുന്നുണ്ടോ മൊയ്സിക്ക്? പിന്നെന്താ കഴിക്കുന്നത്? വിശക്കത് കഴിക്കുന്നെന്തിനു? നോമ്പുണ്ടോ മൊയ്സിക്കോ? നോമ്പിരിക്കുക. ശേഷമാണ് അതിന് വിട്ടിടുന്നത്. വന്നട നീ ഇപ്പോൾ വന്നടാ. വരുമ്പോൾ സ്വീപ്പിൻ്റെ ചാർജ് വെച്ച് ನಾವು ಇಟ್ಟು ಓಕೆ ಓಕೆ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് എൻ്റെ ഹെയർ കെയറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അവിടെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ വീഡിയോ ഒന്നും കാണാറില്ല. ഒരുപാട് ട്രൈ ചെയ്ത് അത് റിക്കവറാക്കി എടുക്കാണ്ട്. അപ്പോൾ കുട്ടികൾ എന്താ അറിയില്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതാണ് പറയുന്നത്, നമ്മളൊന്നും വിശ്വസിക്കാൻ പാടില്ല ക്യാമറ അതിലെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതാണ് ഏറ്റവും സങ്കടമായത്. ഒരുപാട് ഞാൻ ട്രൈ ചെയ്തു അത് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ കിട്ടിയില്ല. ഞാൻ ആ ലോഗിൻ്റെ ഞാൻ വരുന്നവരെ വീട്ടിലേക്ക് വരുന്നവരെ പിന്നെ അവിടുന്ന് കുട്ടികൾക്ക് എന്തൊക്കെ സാധനം വാങ്ങുന്ന ഇവർ നോമ്പ് തുറക്കുന്ന ദിവസത്തിൻ്റെ എന്തൊക്കെ സാധനം വാങ്ങുന്ന പുറത്ത് അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു, എൻ്റെ ക്യാമറയിൽ കാണുമായിരിക്കും. പക്ഷേ അത് മൊബൈലിൽ കണക്ട് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ ആ വീഡിയോ കിട്ടരുത്. അതാണ് ഏറ്റവും സങ്കടമായത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ലോഗാണ് കേട്ടോ. കുഞ്ഞു ലോഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കിട്ടുന്നൊരു ഇത്തിരി ഒരു ഹെയർ കെയറിൻ്റെ മാത്രമുള്ള ലോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, മീൻസ് ലൈഫ് സ്റ്റൈൽ തന്നെ റെഗുലറായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ. സോ എന്തായാലും ഒരു വീഡിയോസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ എൻ്റെ ഹെയർ കെയറിൻ്റെ അതായത് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ എൻഡിൽ കാണാതായപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ ആളെ ഇടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ബുർക്കാൻ്റെ അവർ ഷോപ്പൊക്കെ പോയ ഒരു വീഡിയോ ആയിരുന്നു. അവിടെ ഇന്നോഗ്രേഷൻ ആയിരുന്നു, അവിടുത്തെ നോമ്പൊക്കെ തുറന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ഒരു ബുർക്ക കളക്ഷനൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഹെയർ കെയർ നിങ്ങൾക്ക് കാണിക്കട്ടെ. അതായത് ഇന്നലെ ഹെയർ ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്തതാണ്. ഇന്ന് ഞാനിത് ഇട്ടിട്ടൊക്കെ പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കണ്ടില്ല, ഇങ്ങനെ തന്നെ ഉണ്ട്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഹെയർ കാണിക്കട്ടോ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹെയറാണ് ഇഷ്ടം. നിങ്ങളും പറയട്ടെ ഏത് ഹെയറാണ് നല്ല രസമായിട്ട് കാണുന്നുള്ളത്. ഇതിപ്പോൾ ഒരു സ്ട്രൈറ്റനിങ് ചെയ്ത രീതിയാണ്. ഇനി തന്നെ എന്താക്കണം,
ഇനി ഇത് വാഷ് ചെയ്ത ശേഷം മാത്രം ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയില്ല. അപ്പോൾ ഒത്തിരി ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. എൻ്റെ മോണേഷനൊന്ന് വിളിക്കാം. ഹെയർ കെയർ ഇങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നാണ് എടുത്തിട്ടുള്ളത്, ഇന്നാലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹെയർ കെയർ ചെയ്തിട്ട് 1 day ആയി കാണുന്നത്. 1 days ഇതിൻ്റെ ഒരു ഞാൻ മെയിൻറ്റെയിനൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ തലൊന്നും വാറിയിട്ടില്ല. സോ ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ. പക്ഷേ ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഒരു ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സോ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താ വെച്ചാൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഒരുപാട് റാഷ് ആയിട്ടുള്ള കെമിക്കലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. സോ ആഫ്റ്റർ ഇവർ ഹെയർ കെയർ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ആൻഡ് ഒരു കൂടുതലായിട്ട് ഹെയർ ഡാമേജുള്ള ആൾക്കാരാണെങ്കിൽ മന്ത്ലി സ്പാ ചെയ്യണം. അത് നിർബന്ധമാണ് കേട്ടോ സ്പാ ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണർ ആൻഡ് ഷാമ്പു വെറി നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആയി പോവും. മൂന്നാമത്തേത് സിറമാണ് കേട്ടോ. മസ്റ്റായിട്ട് സിറം അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഡ്രൈ ആവാതിരിക്കണം. സോ ഇത്ര ടേക്ക് കെയർ നമ്മൾ ഹെയർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഹെയർ ഡാമേജ് വരും. പിന്നെ ഹെയർ ഫോൾ കൂടുതലായിട്ട് ചില ആൾക്കാർക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്കുണ്ടാവട്ടെ. ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഒരു ലൈറ്റായിട്ട് നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. മസാജ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഫുഡാണ് ഏറ്റവും കൺസ്യൂം ചെയ്യേണ്ടത് ഹെയർ കെയറിന്. പിന്നെ ഇനി ഇനി ഒരുപാട് ആൾക്കാർക്ക് സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ല കേട്ടോ. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നത്. പക്ഷേ അണ്ടർ 18 years ഉള്ള കുട്ടികൾക്ക് ദയമായിട്ട് ഇങ്ങനെയുള്ള കെമിക്കൽസൊക്കെ ക്രീം ഇട്ടിട്ട് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ് 6 to 8 months 7 months ആവുന്നവരെ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. ഗ്രോ ആവുന്ന സമയത്ത് 6 to 8 months ഗ്യാപ്പ് കൊടുത്തിട്ടേ നമുക്ക് നെക്സ്റ്റ്, അതായത് ടച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 3 months തന്നെ ഗ്രോ ആവുന്ന ആൾക്കാരുണ്ട്. ഹെയറൊക്കെ 3 to 4 months എടുക്കും ഹെയർ ഗ്രോ ആവുന്ന. ആ ടൈമിലൊക്കെ ഗ്രോ ആവുന്ന ആൾക്കാർ സൂക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സെൽഫ് വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാണുമായിരിക്കും. സോ ഹെയറിൻ്റെ ആ ഒരു ലുക്കും ഷൈനും ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഇനി ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് ഞാൻ ഹെയർ വാഷ് ചെയ്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.